6. Thor 6? Well, there will be. Yeah, we haven't shot that one. அவனை சொல்லி நிறுத்துங்களேன்டா. அவன் நிறுத்துற அந்த லூசுக்கு மட்டும் வந்துட்டே இருக்கான் போடுறா. സോ ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഞാനിവിടെ റോഷൻ. ഡിസംബറിൽ ഇറങ്ങാൻ പോകുന്ന ഡൂംസ്ഡേക്ക് ഹൈപ്പ് കയറാൻ വേണ്ടിയിട്ട് വാരം ടീസർ, ഡൂംസ്ഡേ ക്ലോക്ക്, പോസ്റ്റർ, ചെയർ അനൗൺസ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സൈഡിൽ കൂടെ കെവിൻ ഫീജി നല്ല ഒഫീഷ്യലായിട്ട് ആത്മാർത്ഥമായിട്ട് പണി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു സൈഡിൽ കൂടെ പടത്തിലെ കാസ്റ്റ് തന്നെ കിട്ടുന്ന ഇന്റർവ്യൂസിലെല്ലാം കയറി കൊടുത്തിട്ട് സ്പോയിലർ അടിച്ചങ്ങ് വിടുകയാണ്. കഴിഞ്ഞ ആഴ്ച ഇയാൻ മെക്കല്ലോ ആയിരുന്നെങ്കിൽ ഇപ്രാവശ്യം അത് മാർക്ക് റഫല്ലോ ആണ്. ഇങ്ങ് ഡൂംസ്ഡേയോ മാർവലോ ആയിട്ട് യാതൊരുവിധ കണക്ഷനും ഇല്ലാത്ത ക്രൈം 101 എന്നുള്ള ഒരു പടത്തിന്റെ ഇന്റർവ്യൂവിന്റെ ഭാഗത്തായിട്ട് ആ പടത്തിലെ മെയിൻ കാസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ക്രിസ് ഹെംസ്വർത്തും ഹാലി ബെറിയും മാർക്ക് റഫലോയും കൂടെ ഒരുമിച്ച് ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുത്തായിരുന്നു. കാര്യം ഈ ഒരു പടത്തിന് മാർവൽ യൂണിവേഴ്സായിട്ട് യാതൊരുവിധ ബന്ധമില്ലെങ്കിലും ഇതുപോലൊരു കാസ്റ്റിനെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് കിട്ടുമ്പോൾ ഇന്റർവ്യൂറെ എന്തായാലും ചുമ്മാ വിടത്തില്ലല്ലോ, നൈസായിട്ട് അങ്ങ് ചോദിച്ചു. കാര്യം ചോദ്യം ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, ക്രിസ് ഹെംസ്വർത്തിന്റെ തോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ മാർവലിന്റെ ഇതുവരെ എത്ര പടങ്ങളിൽ അപ്പിയർ ആയിട്ടുണ്ടെന്നുള്ളതായിരുന്നു ചോദ്യം. അതിന് നമ്മുടെ ഹെംസ്വർത്ത് മാന്യമായിട്ട് ആലോചിച്ച് എണ്ണിപ്പറക്കി ഇങ്ങനെ 6 പടങ്ങൾ എങ്ങാണ്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ തൊട്ടപ്പുറത്തിരുന്നോണ്ട് മാർക്ക് റഫലോ പറയുവാണ് 6 അവൻ നീ മറ്റേ പടം കൂട്ടിയില്ലേ നമ്മൾ ഒരുമിച്ച് വന്നത്. അത് കേട്ടതും ഹെംസ്വർത്ത് ഒന്ന് ആലോചിച്ചിട്ട് അതിപ്പോൾ പറയേണ്ട ആവശ്യമുണ്ടോ, ആ പടത്തിന്റെ ഷൂട്ട് പോലും കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുന്നത് കേട്ടിട്ട് ആ ഇന്റർവ്യൂവറിന്റെ വരെ കിളി പോയി. സോ ഇവരിവിടെ പറഞ്ഞ പടം വേറെ ഒന്നുമല്ല, സീക്രട്ട് വാർസ് ആണ്. അപ്പോൾ ഇതിൽ സ്പോയിലർ എവിടെയാണ് കിടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീക്രട്ട് വാർസിൽ ഇതുവരെ കൺഫേം ആയിട്ടുള്ള ഒരു ക്യാരക്ടർ സാഡി സിംഗ് അവതരിപ്പിക്കുന്ന ആ ഒരു ക്യാരക്ടർ മാത്രമാണ്. ആ ഒരു ക്യാരക്ടർ ഏതാണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. സോ സാഡി സിംഗ് എന്തായാലും സീക്രട്ട് വാർസിൽ ഉണ്ടാവുന്ന കാര്യമാണ് ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുള്ളത്. ബാക്കി ക്യാരക്ടേഴ്സിന്റെ എല്ലാം കാര്യം സംശയമാണ്. ഓഫ് കോഴ്സ് ഡോക്ടർ ഡൂം പടത്തിലുണ്ടാവും, ബട്ട് അത് ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അങ്ങനെ ഒരു തരത്തിൽ ഒഫീഷ്യലായിട്ട് യാതൊരുവിധ ന്യൂസും വരാത്ത കാര്യം നൈസായിട്ട് വായ്ത്താളം അടിച്ച് റഫലോടെ വായുന്നുണ്ടെങ്കിൽ ചാടി വന്നേക്കാണ്. സീക്രട്ട് വാർസിൽ എന്തായാലും തോറും ഹൾക്കും ഉണ്ടാവും. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈംസ് റൺ ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമിക്സിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സീക്രട്ട് വാർസും ഡൂംസ്ഡേയും ഒരുങ്ങുന്നത്. സോ ആ ഒരു കോമിക്സിലെ സംഭവം എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവിധ മൾട്ടിവേഴ്സുകളെയും നശിപ്പിച്ചുകൊണ്ട് ഒരൊറ്റ യൂണിവേഴ്സ് ആക്കിയിട്ട് ഒരു ബാറ്റിൽ വേൾഡ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന നമ്മുടെ ബിയോണ്ടറിൽ നിന്നും തോറും ഹൈപ്പീരിയനും ഒരുമിച്ച് നിന്നുകൊണ്ട് അവരുടെ ലൈഫ് തന്നെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ലോകത്തിനെ രക്ഷിക്കുന്ന രീതിയിലാണ് അതിന്റെ കഥ പോയിട്ടുള്ളത്. സോ ആ ഒരു സ്റ്റോറി പാർഷ്യലായിട്ട് അഡാപ്റ്റ് ചെയ്തുകൊണ്ട് ബിയോണ്ടറിന് പകരം ഡോക്ടർ ഡൂമിനെ പ്ലേസ് ചെയ്തൊരു രീതിക്കാണ് കഥ പോകുക എന്നുള്ളൊരു രീതിക്കായിരുന്നു ഇതുവരെ ആൾക്കാർ വിചാരിച്ചു വെച്ചിരുന്നത്. അതായത് ഡൂംസ്ഡേയിൽ എന്തായാലും നമ്മുടെ തോറിന് ഒരു രാജകീയമായ മരണം ഉണ്ടാവും, ഒരു സാക്രിഫൈസ് ഉണ്ടാവും എന്നുള്ള രീതിക്ക് തന്നെയാണ് മാർവലും നൈസായിട്ട് ടീസ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഹെംസ്വർത്തിന്റെ ഒഫീഷ്യൽ യൂട്യൂബ് പേജിൽ കൂടെ പുള്ളി തന്നെ ആ ഒരു തോറിന്റെ ക്യാരക്ടറിൽ നിന്നും വിടവാകുന്നു എന്നുള്ളൊരു രീതിക്ക് ഒരു ശ്രുതി വരുന്ന രീതിക്ക് ഒരു ഗുഡ് ബൈ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത് നിങ്ങൾ കുറച്ച് നാൾ മുമ്പേ കണ്ടിട്ടുണ്ടാവും. സോ അതൊക്കെ കണ്ടപ്പോൾ എല്ലാവരും ഉറപ്പിച്ച് ഈ പടത്തിൽ എന്തായാലും തോറ് ഗതം കുത. പോരാത്തിന് തോറിന്റെ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ആ ഒരു ടീസറിൽ നോക്കിക്കഴിഞ്ഞാലും ലവിന്റെ ആ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് അവസാനത്തെ ഒരു ഫൈറ്റിന് വേണ്ടി നമ്മുടെ ഓടിനോട് പ്രാർത്ഥിക്കുന്ന രീതിയിലുള്ള ഒരു തോറിനെയാണ് കണ്ടത്. സോ ഒരു ഫൈനൽ ബാറ്റിൽ എന്നുള്ള ഒരു വൈബാണ് അവിടെ അടിക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ എല്ലാവരും തോറിന്റെ ഒരു ഡെത്ത് ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്താണ് മാർക്ക് റഫലോ കയറി വന്നിട്ട് പറയുന്നത് അടുത്ത പടത്തിൽ നമ്മൾ രണ്ടുപേരും ഉണ്ടാവും. സോ അങ്ങനെയാണെങ്കിൽ ഡൂംസ്ഡേയിൽ ആരായിരിക്കും മരിക്കാൻ പോകുന്നത്? തോറ് മരിക്കുന്നില്ലെങ്കിൽ പിന്നത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് മറ്റാരും അല്ല, ലോക്കി തന്നെയാണ്. കാരണം ഇപ്പൊ മൊത്തം മൾട്ടിവേഴ്സിനെ കെട്ടിപ്പൂട്ടി അതിന്റെ മണ്ട കയറിയിരിക്കുന്നത് ലോക്കിയാണ്. സോ ലോക്കിയെ അടിക്കാതെ ഡോക്ടർ ഡൂമിന് സീക്രട്ട് വാർസിൽ ഈ ഒരു ബാറ്റിൽ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം പോസിബിൾ ആക്കാൻ പറ്റത്തില്ല. സോ തോറ് മരിക്കുന്നില്ല എന്നുള്ളൊരു ഓപ്ഷൻ മുമ്പോട്ട് വെക്കുവാണെങ്കിൽ അടുത്ത ചാൻസ് തീർച്ചയായിട്ടും ലോക്കിക്ക് തന്നെയാണ്. കാരണം ലോക്കിയെ പോലെ അത്രയധികം പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഗോഡ് മോഡിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറിനെ അടിച്ച് വീഴ്ത്തിയാൽ മാത്രമേ ഡൂമിന് അതിൻ്റെതായ ഒരു എന്താ പറയുക ഒരു ഹൈപ്പ് കയറത്തുള്ളൂ. ഒരു വില്ലൻ എന്ന രീതിയിൽ ആ ഒരു ഡൂമിന്റെ വില്ലനിസം പുറത്തെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പരിപാടി നടക്കേണ്ടതായിട്ടുണ്ട്. ലോക്കി മരിക്കോ ഇല്ല എന്നുള്ളതൊക്കെ രണ്ടാമത്തെ വിഷയം. മരിച്ചാലും ഇല്ലെങ്കിലും തോർ ലോക്കിയും തമ്മിലുള്ള ഒരു മീറ്റപ്പ് തീർച്ചയായിട്ടും വേണം. തോർ അത്രയെങ്കിലും ഡിസർവ് ചെയ്യുന്നുണ്ട്. സ്വന്തം നാട്, വീട്, അച്ഛൻ, അമ്മ, അനിയൻ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും നഷ്ടപ്പെട്ട് വല്ലാത്തൊരു ഡാർക്ക് അവസ്ഥയിലാണ് തോർ നിൽക്കുന്നത്. തൻ്റെ അനിയൻ ഇപ്പോൾ ലോക്കി ഇപ്പോൾ ജീവനോടുണ്ടെന്നുള്ള ഒരു കാര്യം പോലും തോറിന് അറിയത്തില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് അവർ തമ്മിലുള്ള ഒരു മീറ്റപ്പ് എന്ന് പറയുന്നതെങ്കിലും പോസിബിൾ ആവേണ്ടതാണ്. അതെങ്കിലും റൂസോ ബ്രദേഴ്സ് കണ്ടറിഞ്ഞ് ചെയ്യുമെന്ന് വിചാരിക്കും. ഓക്കെ, കാര്യങ്ങൾ ആ ഒരു വഴിക്കാണ് നീങ്ങുന്നതെങ്കിൽ ഡൂംസ്ഡേയിൽ തോർ മരിക്കുന്നില്ലെങ്കിൽ സീക്രട്ട് വാർസിൽ എന്താണ് തോറിന്റെ റോള്? മൊത്തം മൾട്ടിവേഴ്സിനെ അടിച്ച് പെരുത്ത് ഒരുമിച്ച് കൂട്ടി ഒരു ബാറ്റിൽ വേൾഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഡോക്ടർ ഡൂമിന്റെ ഗോൾ. അങ്ങനെ നമ്മുടെ എർത്ത് 616ഉം മാർവലിലെ അൾട്ടിമേറ്റ് യൂണിവേഴ്സ് എന്നറിയപ്പെടുന്ന എർത്ത് 1610ഉം എല്ലാം കൂടെ ഒരുമിച്ച് പുള്ളി ആ ഒരു ബാറ്റിൽ വേൾഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫണ്ടാസ്റ്റിക് ഫോറിലെ റീഡ് റിച്ചാർഡ്സിന്റെ ഫാമിലിനെ പുള്ളിയുടെ ഫാമിലി ആയിട്ട് മാറ്റും. ആൻഡ് പുള്ളിയുടെ ഒരു മന്ത്രി എന്നുള്ളൊരു രീതിക്ക് ഡോക്ടർ സ്ട്രേഞ്ചിനെ കൊണ്ടുവരും. ആൻഡ് ഇവിടെ തോറിന് വെച്ചിട്ടുള്ള പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തോറിന്റെ കീഴിൽ പുള്ളി ഒരു പോലീസ് ഫോഴ്സ് തന്നെ ഉണ്ടാക്കും. അതായത് ഈ ഒരു യൂണിവേഴ്സിൽ പുള്ളിയുടെ നിയമങ്ങളും പരിപാടികളൊക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് തോറിന്റെ കീഴിൽ ഒരു പോലീസ് ഫോഴ്സിനെ തന്നെ പുള്ളി ഉണ്ടാക്കി കളയും. ആ ഒരു പലവിധ മൾട്ടിവേഴ്സുകളിൽ നിന്നുള്ള തോറുകളെ എല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു ഗ്രീൻലാൻഡൻ സ്റ്റൈലിൽ ഒരു തോറിന്റെ ഒരു
എന്താ പറയുക ഒരു പോലീസ് ഫോഴ്സ് എന്ന രീതിക്ക്. സോ റുഫല്ലോയുടെ വായെന്നറിയാതെ ചാടി ഈ ഒരു കാര്യം സത്യമാണെങ്കിൽ നമ്മൾ സീക്രട്ട് വാർസിൽ തോറിന്റെ കീഴിലുള്ള ഈ ഒരു പോലീസ് ഫോഴ്സിനെ തീർച്ചയായിട്ടും കാണേണ്ടി വരും. കാര്യം ഇത് കോമിക്സിൽ കാണാനും വായിക്കാനൊക്കെ നല്ല രസമാണ്. ഡോക്ടർ ഡൂമിന്റെ ഒരു ഗിത്തൊക്കെ കൃത്യമായിട്ട് ഫീൽ ചെയ്യെങ്കിലും തോറിനെ പോലൊരു ക്യാരക്ടറിനെ ഈ ഒരു രീതിക്ക് സീക്രട്ട് വാർസിൽ എങ്ങനെ കൊണ്ടുവരും എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയേണ്ടി വരും. തോറാണെങ്കിൽ ലവ് ആൻഡ് തണ്ടറിൽ നമ്മൾ കണ്ട കൂട്ട ആ ഒരു പിള്ളകളെയൊക്കെ വിട്ടിട്ട് കുറച്ചുകൂടെ ഒരു സീരിയസ് മോഡിലോട്ട് മാറിയിട്ടുണ്ടെന്നുള്ളത് ആ ഒരു ടീസറിൽ നിന്ന് തന്നെ വ്യക്തമാണ്. സോ ആ ഒരു രീതിക്ക് ആ ഒരു ഗത്ത് എന്തായാലും തോറിന്റെ കുറയ്ക്കാത്ത രീതിയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടായിരിക്കാം സീക്രട്ട് വാർസിൽ ഇത് പ്രസന്റ് ചെയ്യാനായിട്ട് പോകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതിക്കുള്ള സ്റ്റോറി സ്ട്രക്ചറാണ് ഇവർ ഫോളോ ചെയ്യാൻ പോകുന്നതെങ്കിൽ ഒരു ഒറ്റ പടം കൊണ്ടൊന്നും സീക്രട്ട് വാർസ് കംപ്ലീറ്റ് ആക്കാനായിട്ട് എന്തായാലും പറ്റത്തില്ല. ഐ മീൻ 2 പടങ്ങൾ കിട്ടിയാലും പോരാതെ വരും. കാരണം അത്ര കണ്ട് പടർന്ന് പന്തലിച്ച് വിശാലമായിട്ട് കിടക്കുകയാണ് ഈ ഒരു ബാറ്റിൽ വേൾഡിനുള്ളിൽ നടക്കുന്ന കലാപരിപാടികൾ തന്നെ. സോ മാർവലിന് ഒരു കിടിലം പരിപാടി പിടിക്കാമായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബാറ്റിൽ വേൾഡ് ക്രിയേഷന് ശേഷം നേരെ ഈ ഒരു സീക്രട്ട് വാർസിനെ അങ്ങ് എൻഡ് ചെയ്യിപ്പിച്ച് മ്യൂട്ടൻസ് സാഗയിലോട്ട് കടക്കാതെ ഈ ഒരു ബാറ്റിൽ വേൾഡിൽ നടക്കുന്ന കഥകൾ എന്ന രീതിക്ക് മൾട്ടിവേഴ്സ് സാഗയെ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോയിരുന്നു. പക്ഷെ പ്രത്യക്ഷത്തിൽ ഇവിടെ നടക്കാൻ സാധ്യതയുള്ള ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീക്രട്ട് വാർസ് മിക്കവാറും 2 ഭാഗങ്ങളായിട്ടാണ് ഇറങ്ങാൻ ചാൻസ് ഉള്ളത്. ഒഫീഷ്യലായിട്ട് എവിടെയും പറഞ്ഞു കേട്ടിട്ടില്ല, ബട്ട് അങ്ങനെ തന്നെ ഉണ്ടാവുമായിരിക്കുള്ളൂ. സോ അങ്ങനെ വരുമ്പോൾ സീക്രട്ട് വാർസിന്റെ 2ാമത്തെ ഭാഗത്തിലൂടെ മൾട്ടിവേഴ്സ് ആകെ മൊത്തത്തിൽ അങ്ങ് അവസാനിക്കും. അതിനുശേഷം മാർവലിന്റെ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു മൊത്തം ഇതിലുള്ള ക്യാരക്ടേഴ്സിന് അവഞ്ചേഴ്സിന്റെ എല്ലാം ഒരു സോഫ്റ്റ് റീബൂട്ട് ആയിരിക്കും. ആ ഒരു യൂണിവേഴ്സിൽ നമ്മുടെ മ്യൂട്ടൻസും ഉണ്ടാവും. അങ്ങനെ സൂപ്പർ ഹീറോസും മ്യൂട്ടൻസും ഒക്കെ ഒരുമിച്ച് നിൽക്കുന്ന ആ ഒരു യൂണിവേഴ്സിലായിരിക്കും മാർവലിന്റെ ബാക്കി ഭാവി. യെസ് ഐ നോ, കാര്യമായിട്ട് എന്തോ കുക്ക് ചെയ്യുന്നുണ്ട്. കരിയാതെങ്കിൽ കുക്ക് ചെയ്ത് എടുത്താൽ മതിയായിരുന്നു. സംഭവം എല്ലാം കൊണ്ട് കളറായി വന്നു കഴിഞ്ഞാൽ ഡിസംബറിൽ നമ്മൾ വിറ്റ്നസ് ചെയ്യാൻ പോകുന്നത് ഒരു ടിപ്പിക്കൽ മാർവൽ സൂപ്പർ ഹീറോ പടം മാത്രമല്ല, ഒരു മൊത്തത്തിൽ ഒരു എപ്പിക് പരിപാടിയായിരിക്കും. ആ ഒരു എപ്പിക് ഫീൽ പടത്തിന്റെ കണ്ടന്റിൽ നിന്ന് നമുക്ക് ഇപ്പോഴേ കിട്ടുന്നുണ്ട്. ആ ഒരു കൃത്യം മെഷർമെന്റ്സിൽ കറക്റ്റായിട്ട് എല്ലാം കൊടുത്ത് പടം ആ ഒരു രീതിക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു എന്താ പറയുക ഒരു ഗ്ലോബൽ ഇവന്റ് തന്നെയായിരിക്കും ഈ ഒരു പരിപാടി. ആൻഡ് മറ്റൊരു ചെറിയ കാര്യം അറിയാൻ കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പടത്തിൽ RDJയുടെ ഡോക്ടർ റൂമിന്റെ ആ ഒരു മാസ്ക് റിവീൽ ഉണ്ടല്ലോ, അതായത് പുള്ളി മാസ്ക് റിവീൽ ചെയ്ത് തന്നെ RDJയുടെ ആ ഒരു ഫേസ് ആണെന്ന് കാണിക്കുന്ന ആ ഒരു പരിപാടി പടത്തിന്റെ ക്ലൈമാക്സ് ഐ മീൻ ഏറ്റവും അവസാനത്തെ ഭാഗത്തോട്ടാണ് മാറ്റി വെച്ചിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ചെറുതായിട്ട് റൂമറായിട്ട് അറിയാൻ കഴിയുന്നത്. പടത്തിന്റെ ക്ലൈമാക്സിലോട്ട് ആ ഒരു മാസ്ക് റിവീൽ വെക്കുന്നതിനോട് പേഴ്സണലി എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. കാരണം RDJയുടെ അയൺ മാനിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ആ ഒരു ഡോക്ടർ ടൂം എന്ന് പറഞ്ഞ കഥാപാത്രത്തിന്റെ ആ ഒരു വില്ലനിസം കാണാനാണ് മെയിൻ ആയിട്ട് പടത്തിന് കയറുന്നത്. പടത്തിന്റെ ഒരു വലിയൊരു USB എന്ന് പറയുന്നത് തന്നെ അതാണ്. എത്ര കണ്ട് ആന വരും ചേന വരും എന്നൊക്കെ പറഞ്ഞാലും അവസാനം എല്ലാവരും ഒരുപോലെ കാത്തിരിക്കുന്നത് RDJയുടെ ഡോക്ടർ ടൂമിനെ കാണാൻ വേണ്ടി തന്നെയാണ്. സോ അങ്ങനെ നിൽക്കുന്ന ഒരു അവസരത്തിൽ അവസാനം കൊണ്ടുപോയി പുള്ളിയുടെ ആ ഒരു മാസ്ക് റിവീൽ കാണിക്കുന്നത് ഒരു ചെറിയ പറ്റിക്കപ്പെടലായി മാറും. ഞാൻ പറഞ്ഞു വന്നത് പടത്തിന്റെ തുടക്കത്തിൽ തന്നെ പുള്ളിയെ കാണിക്കണമെന്നല്ല, ഒരു ബിൽഡപ്പും പരിപാടികളും വില്ലനിസും ഒക്കെ കാണിച്ച് പതുക്കെ ഒന്ന് ബിൽഡ് ചെയ്തെടുത്തതിന് ശേഷം ഇന്റർവെല്ലിന് ഒരു ബാങ്ങർ എന്ന രീതിക്ക് പുള്ളിയെ കാണിക്കുന്ന രീതിയിൽ ചുമ്മാ അത് പറയുമ്പോൾ തന്നെ രോമാഞ്ചം വരുന്നത്. അപ്പോൾ ഇതൊക്കെ തിയേറ്ററിൽ കാണുമ്പോഴത്തുള്ള ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ അറിയാൻ പാടില്ല എന്താവും എന്തോ. ഓക്കെ, നമ്മളിവിടെ മാറി നിന്ന് എന്തുമാത്രം കൊണയടിച്ചാലും അവസാനം അവിടെ റൂസോ ബ്രദേഴ്സ് വിചാരിക്കുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അവർക്കിത് പുതിയ പരിപാടിയൊന്നും അല്ലല്ലോ, അറിയാത്ത കാര്യങ്ങളൊന്നും അല്ലല്ലോ. അതുകൊണ്ട് ഓൾ ഐസ് ഓൺ റൂസോ ബ്രദേഴ്സ്. അപ്പോൾ പറഞ്ഞു വന്ന് തോറിൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട്. ഇതുപോലെ 2-3 ഇൻ്റർവ്യൂസിന് ഓരോ ആക്ടേഴ്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ടും ഇൻ്റർവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ പടം ഇറങ്ങുന്നതിന് മുമ്പ് ഏകദേശം എല്ലാ ക്യാരക്ടേഴ്സിൻ്റെ കാര്യത്തിലും ചെറിയൊരു തീരുമാനമാവും. എന്തായാലും നോക്കാം, ഡിസംബറിൽ പടം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ആരൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ എന്തൊക്കെ സസ്പെൻസ് പൊട്ടിക്കുന്നുള്ള കാര്യം എന്തായാലും കണ്ടറിയാം. സോ റുഫല്ലോയുടെ ഒരു വായ്ത്താളോടി നിന്ന് വീണ് കിട്ടിയ ഈ ഒരു ലീക്കിൽ ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ നടക്കുവാണെങ്കിൽ ആ ഒരു കാര്യത്തിൽ ഒരു തോർ ഫാൻ എന്ന രീതിക്ക് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളൊരു കാര്യത്തെ പറ്റിയും ഡൂംസ്ഡേയുടെ ആ ഒരു ഹൈപ്പ് നിങ്ങൾക്ക് എത്രമാത്രം കയറിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യത്തെ പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈസ് ആയിരിക്കും. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് എന്തായാലും വീണ്ടും കാണാം.